ഉത്തരവാദിത്ത ബോധമില്ലാത്ത ജന്മങ്ങള്. ഓണാഘോഷം ഒന്നും ഇതുവരെ ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ലേ? ഇപ്പോഴാഘോഷിച്ചോണ്ടിരിക്കണോ? ബ്ലാഡി ഫുൾസ്. ഞാനിവിടെ ഉണ്ട് കേട്ടോ. അതെന്തോ എന്തേത്? തോന്നിയതായി. ചിരിച്ചത് ജോമി, കളിക്കരുത്. രാവിലെ നീ റൂമിൽ ആദ്യമേ പോയപ്പോ എനിക്കറിയായിരുന്നു എന്നെ പറ്റിക്കാനല്ലേ. മീനോ ഇങ്ങനൊന്നും ഞാൻ പേടിക്കൂല. ഇത് ആരിത്? ആളില്ലാത്ത സമയത്ത് ഓണാഘോഷത്തിന് ഇങ്ങോട്ട് പോലെ പ്രയോഗം വന്ന ഇവിടെ ഇനി ഇതിലൊന്നും ഞാൻ വീഴൂല. അങ്ങനെ തന്നെ പേടിപ്പിക്കാൻ പറ്റൂല. ഇതാരാണ് ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കളിക്കുന്നത്? കറണ്ട് ബില്ലിന്റെ അച്ചടക്കോ നമ്മളാണ് അടയ്ക്കാൻ. ഇതൊക്കെ സ്വന്തം വീട്ടിൽ കാണിച്ചാൽ മതി. പിന്നെ ഈ കളിയെക്കാട്ട് നീരുമല്ലോ ഇനി ചോര പിടിക്കാൻ വന്നിരിക്കണം. ഇവ ഉടായ്പ പരിപാടി ഒന്നും എന്റെ അടുത്ത് നടക്കൂല. ഇങ്ങോട്ട് വാ. ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവരാണ്. ഈശ്വര ഓഫീസ് അടുത്തിട്ട് പിന്നെ വല്ല പ്രേതം വന്ന് കയറിയ കളിയായി ചാരിയതാരേ മുടിയിഴ കൂതിയ കാറ്റിൻ മൊഴി മധുവായി മാറിയതാരേ. നിന്റെ അച്ഛൻ പേടിച്ച മൂത്രം ഒഴിക്കാൻ മുട്ടണമെന്ന് പറഞ്ഞ സത്യമാണ്. അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ നിലവുകളെഴുതിയതാരേ അവളെ തരളിതയാക്കിയതാരേ ഭരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനും തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി. ഇനി ഒരു സത്യം പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു. ഇനി നിങ്ങൾ വാ, എന്റെ പേടിയൊക്കെ പോയി. പിന്നെ തിരിച്ചറിഞ്ഞ പേടിക്കാൻ പോവല്ലേ? ഇങ്ങോട്ട് വാ. വരൂലെന്നല്ലേ പറഞ്ഞത്? പോടി വാ. വിളിക്കല്ലേ, ചെറുപ്പം വരും. ഈ വക നിങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണേ. വേഗം വാ. എനിക്കൊരു അത്യാവശ്യമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു അക്രമൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രേതങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. എന്റെ ചോര അശുദ്ധമാണ്. ഞാനൊരു ദുശീല സമ്പന്നനാണ്, മദ്യപാനിയാണ്. എന്റെ ചോര കുടിക്കുന്ന പ്രേതം പിഴച്ചോ. പ്ലീസ് എന്നെ പറഞ്ഞു, പ്ലീസ്. ടോമി എന്തൊക്കെയാ പറയുന്നത്? പ്രേതത്തിനും പരിചിതമായ ശബ്ദം. നീയാ? അതെ, ടോമിയുടെ മീനു തന്നെ. എന്റെ മീനോ? അതെ,
ഈ ഓഫീസിലുള്ള എല്ലാവരും നമ്മളെ പറ്റി ഓരോ കഥകൾ ഉണ്ടാക്കി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ട് വെച്ചേക്കായിരുന്നു. ഈ സുന്ദരൻ ചെറുക്കനെ ആരും കൊത്തിക്കൊണ്ടു പോകാതിരിക്കാൻ. ഞാൻ എന്തേ നോക്കുന്നേ? ഞാൻ ടോമിയെ കുറിച്ച് തന്നെയാ പറയുന്നത്. പറഞ്ഞു വരുന്നത് അതെ, എനിക്ക് ടോമിയെ ഇഷ്ടമാണ്. എന്നെക്കാൾ ഏറെ ഇഷ്ടം ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഇഷ്ടം. ടോമിക്ക് വേണ്ടി ഞാൻ ചാവും, ടോമിക്ക് വേണ്ടി ഞാൻ കൊല്ലും. എന്തുകൊണ്ട് മീനു എന്നോട് ഈ സത്യം ആദ്യം തുറന്നു പറഞ്ഞില്ല? സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്, കെയർ ചെയ്യാനുള്ള ഒരു ഹൃദയം ഞാൻ തരാ പോരാ. അല്ലെങ്കിൽ എന്റെ ഇഷ്ടം ആരും തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞു ടോമി, ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടല്ലേ ആരുമില്ലാത്ത ഈ ഓഫീസിൽ ഈ സമയത്ത് ഞാൻ ടോമിക്ക് വേണ്ടി കാത്തു നിന്നത്. എൻ്റെ മനസ്സിൽ ആകെ ഒരൊറ്റ ചിന്തയുള്ളൂ ടോമി. എങ്ങനെയല്ല എൻ്റെ ടോമി എനിക്ക് സ്വന്തമാക്കാം. അതിനെതിരെ ഈ ലോകത്ത് ആര് നിന്നാലും അരിഞ്ഞു വീഴ്ത്തും. ഇതിനാണോ നീ എന്നെ ഇത്രയും തരം കന്യകനായിട്ട് ബാക്കി വെച്ചത്? ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടികളെ എന്നെ ആട്ടി തൊട്ടി പറഞ്ഞത് ഈ മാലാഖി എനിക്ക് തരാൻ വേണ്ടിയായിരുന്നു. ഈ കുടുംബത്തിൽ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കും. ഈ കള്ളം ചെറുക്കനെ ഞാൻ സ്വന്തമാക്കും. മീനു, ടോമി, മീനു കുട്ടി, ടോമി കുട്ട, വരൂ, എന്നിലേക്ക് സമാഗമിക്കൂ. ടോമി ഒരു സമാഗമപ്രിയൻ തന്നെ. Yes, always. കൊല്ലോടാ രണ്ടെണ്ണത്തിന്. ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന എന്റെ ഓഫീസിൽ അനാശാസ്യം. സമ്മതിക്കൂല, ഇവിടെ സമ്മതിക്കൂല, സമ്മതിക്കൂല. അനാസ്വാസ്യം, സ്വാസ്യല്ല ശാസ്യം, അനാശാസ്യം, അനാസ്വാസ്യം, അനാശാസ്യം, അനാസ്വാസ്യം, അനാശാസ്യം. ഇവനെന്തിനാ കിടന്ന് വിളിച്ചു പോകുന്നേ? വല്ല സ്വപ്നം കണ്ടത് എങ്ങാനായിരിക്കും. ആയിരിക്കും അല്ലേ? നമുക്ക് പണിയെടുക്കാം. എന്തോ ഇവിടെ കിടന്ന് അലറി വിളിക്കുന്നേ? മനുഷ്യർ കൂടെ ജോലി ഒന്നും ചെയ്യണ്ടേ? നീയായിട്ടൊന്നും ചെയ്യയില്ല, ബാക്കിയുള്ളവരെ ചെയ്യാൻ വേണ്ടി സമ്മതിക്കത്തുമില്ല. മേഡം, ചൂങ്ങി ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടിയാന്ന് തോന്നുന്നു. ഓ, ജോലി സമയത്താണല്ലോ അവന്റെയൊക്കെ ഉറക്കം. സ്വന്തം സ്ഥാപനമാണെങ്കിൽ എന്ത് തോന്നിയാ സാവാലോ. എല്ലാത്തിനും കൂടെ തൂക്കി അടിക്കാൻ വേണ്ടി കളയും, പറഞ്ഞേക്കാം. യൂസ്ലെസ് ഫെലോസ്. അല്ല ജോലി, ഉച്ചക്കൊരു ഉറക്കം പതിവില്ലല്ലോ, ഇന്നിപ്പോ എന്നെ പറ്റി? എന്ത് പറ്റാനാണ്? കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഉറക്കം എന്നുള്ള സാധനമേ ഇല്ല. അപ്പൊ പിന്നെ കിട്ടുന്ന സമയത്ത് ഉറങ്ങിയില്ലേ പറ്റൂ. അതെല്ലാം ചോദിച്ചാ ഉറക്കത്തിന് എന്ത് പറ്റിയത്? അതേക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. മനുഷ്യന്റെ മനസ്സമാധാനം കളയുന്ന ഓരോ കാര്യങ്ങളാണ് ഈ ഓഫീസിൽ നടക്കുന്നത്. ജോബി, ഈ ഓഫീസിൽ ഒരുപാട് സംഭവം നടക്കുന്നുണ്ട്. ജോബി പറയുന്ന ഈ പർട്ടിക്കുലർ സംഭവം എന്താണെന്ന് എനിക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായിരുന്നു ഇവിടെ നേരത്തെ? മനുഷ്യനങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇവിടെ വന്നിരുന്നപ്പോ ഞാനൊന്ന് ഉറങ്ങിയപ്പോ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ക്വയറ്റ് നാച്ചുറൽ കേട്ടാ. ഓ, ഉച്ചക്ക് വയർ നിറച്ച് ഫുഡ് അടിച്ച് കിടന്ന് നമുക്ക് ആലോചിക്കണായിരുന്നു ഇന്ന് സ്വപ്നമൊക്കെ കാണും. ഞാൻ നിന്റെ അടുത്ത് ഒന്നും സംസാരിക്കാൻ വന്നിട്ടില്ല. അപ്പൊ നീ എന്റെ അടുത്ത് സംസാരിക്കാൻ വരേണ്ട കാര്യമില്ല. ഓ, സംസാരിക്കാനുള്ള ബുദ്ധി കൊണ്ട് ഞാനായിട്ടൊക്കെ ഇൻട്രസ്റ്റ് എടുത്ത് വന്നതാണല്ലോ. ഒന്ന് പോയാടാ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പരിപാടിയുണ്ട്. മീൻ വന്നേ. അല്ല, സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത് ഞാൻ നിന്റെ അടുത്ത് എല്ലാം പറഞ്ഞല്ലോ. അല്ല, അത് പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ജോബി ഇപ്പോഴും എന്നോട് പറയാത്തതാണ്. അങ്ങനെ എല്ലാ കാര്യവും നമുക്ക് എല്ലാവരുടെ പറഞ്ഞു നടക്കാൻ പറ്റൂലല്ലോ ലാസറേ. അതില്ല, അങ്ങനെ പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ആരോടും പറയണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ടെൻഷൻ മൊത്തം തലയിലേക്ക് ഇട്ടിട്ടേ വെറുതെ വട്ടായി പോകും. എന്റെ തലയ്ക്കല്ലേ വട്ടാവണത്? വട്ടായിക്കോട്ടെ. അല്ല, ജോബി പേപ്പറൊന്നും വായിക്കാറില്ലേ? ജോബിയുടെ ഒക്കെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഇപ്പൊ ഒരുപാടായിട്ട് അറ്റാക്ക് വരുന്നുണ്ട്.
ചിലവർക്ക് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടൊക്കെ വരുന്നതാണ്. പക്ഷെ ഈ ടെൻഷൻ അടിച്ചിട്ട് അറ്റാക്ക് വരുന്ന ആളുകളുടെ എണ്ണം എന്തിനും പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ലിസ്റ്റിൽ ജോബിയുടെ പേര് കയറുന്നത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ബാക്കിയല്ല ജോബിയുടെ ഇഷ്ടം. പണിയെടുക്കാം. ഈശ്വര, ഈ മലനാറി അടുത്ത ടെൻഷനും തന്നിട്ടാണല്ലോ പോയിക്കണത്. ഇനി ഇതും കൂടെ ആലോചിച്ച് എൻ്റെ കിളി ഉറക്കേ ഉള്ളൂ.